പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. നമ്മുടെ വാട്സപ്പിൽ നാം പല ഫോട്ടോസും വീഡിയോസും മറ്റും ഷെയർ ചെയ്യുകയും പല ഫോട്ടോസും വീഡിയോസും പലരും നമുക്ക് അയച്ചു തരികയും ചെയ്യാറുണ്ട്. ഇതിലൊരു പക്ഷേ മറ്റുള്ളവർ കാണാൻ പറ്റാത്തതും പറ്റുന്നതും ഒക്കെ ഉണ്ടാകാം. മറ്റുള്ളവർ കാണാൻ പറ്റാത്തതും അതുപോലെ നമ്മുടെ രേഖകളുമൊക്കെ വേറൊരാൾ ഹാക്ക് ചെയ്ത് എടുക്കുന്നത് തടയാൻ വാട്സപ്പിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അതാണ് ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത്. വാട്സപ്പിലെ ഈ ട്രിക്കുകളെ സംബന്ധിച്ച് ഞാൻ ചെയ്ത വീഡിയോയിലുള്ളതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം മൂന്നാമതായി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ടച്ച് ചെയ്താൽ നമുക്ക് താഴെ എനബിൾ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ടച്ച് ചെയ്താൽ 6 അക്ക നമ്പർ നൽകാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ നാം മറക്കാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്യുക. 6 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. ഞാനിവിടെ 1 മുതൽ 6 വരെയുള്ള നമ്പർ നൽകിയ ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ടച്ച് ചെയ്തപ്പോൾ വീണ്ടും ആ നമ്പർ അതുപോലെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിച്ചു. അവിടെ തെറ്റാതെ വീണ്ടും ആ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ശേഷം നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇമെയിൽ ID കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭിച്ചു. നമ്മുടെ ഫോണിലൊക്കെ ഓൾറെഡി ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കും. അതല്ലാത്ത ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ അവിടെ ഞാനൊരു ഇമെയിൽ ID എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഇമെയിൽ ID കൊടുക്കാതെ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. ഇമെയിൽ ID കൊടുത്താൽ നമുക്ക് പിന്നീട് അത് ഉപകരിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഒരു ഇമെയിൽ ID കൊടുത്തു. താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും ഇമെയിൽ ID കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ലഭിച്ചു. അവിടെ വീണ്ടും ആ ഇമെയിൽ ID തന്നെ കൊടുത്തു. താഴെയുള്ള സേവ് എന്ന ഭാഗം ടച്ച് ചെയ്തപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനബിൾ ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ശേഷം താഴെയുള്ള ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷനുകൾ കാണാം. ഡിസബിൾ, ചേഞ്ച് പിന്ന്, ചേഞ്ച് ഇമെയിൽ അഡ്രസ്. ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ പിന്ന് കൊടുത്തതുപോലെ പിന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ താഴെയുള്ള ചേഞ്ച് ഇമെയിൽ അഡ്രസ്സ് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഡിസബിൾ ചെയ്യാവുന്നതാണ്. ഡിസബിൾ എന്ന് ടച്ച് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ കാണാം. ഡിസബിൾ, ക്യാൻസൽ. അതിൽ ഡിസബിൾ എന്ന് കൊടുത്താൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒഴിവാകുന്നതാണ്. അടുത്തതായി ചില സമയങ്ങളിൽ നാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പിൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അവിടെ നാം നേരത്തെ നൽകിയ പിന്ന് നൽകി നമുക്ക് വാട്സപ്പ് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നാം നേരത്തെ നൽകിയ പിന്ന് മറന്നുപോയാൽ ഇനി എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻകറക്റ്റ് പിൻ ട്രൈ അഗൈൻ എന്ന്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഫോർഗോട്ട് പിൻ എന്ന ഭാഗം ടച്ച് ചെയ്യുക. അവിടെ നമുക്ക് നേരത്തെ ലഭിച്ചതുപോലെ ഡിസബിൾ എന്ന ഓപ്ഷൻ കാണാം. അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഒഴിവാക്കാവുന്നതാണ്. വീണ്ടും പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉപകാരമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ലൈക്കും ചെയ്യാനും മറക്കില്ലല്ലോ.